പൂളക്കൽ ചില്ലി സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി ഇതാ ഇപ്പോൾ ഇവിടെ ഒരു തോണി യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് വളരെ ഒരു സാഹസികമായ യാത്ര തന്നെയാണ്. കുട്ടികളെല്ലാവരും വളരെ അരത്തിൽ നിന്നുകൊണ്ട് അവരൊക്കെ ഇതുവരെ ആദ്യമായിട്ടാണ് അധികം പേരും ഇതുപോലെ ഒരു തോണിയാത്ര ചെയ്യുന്നത് തന്നെ. അവരൊക്കെ വളരെ ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു സംഭവമാണ് ഈ തോണിയാത്ര. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആഹ്ലാദം വളരെ വളരെ നല്ല രസത്തിൽ ഞങ്ങൾ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തോണിയാത്ര വളരെ രസമുള്ളതായിരുന്നു. ഈ തോണിയാത്രയിലൂടെ ഞങ്ങൾക്ക് നിളാനദി കുറേ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു. പിന്നെ പമ്പ് ഹൗസ് കാണാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് അറിയാനും കഴിഞ്ഞു. ഞാനും പിന്നെ എന്നെ പോലെ കുറേ കുട്ടികളും ആദ്യമായിട്ടാണ് ഇവിടെ തോണിയാത്ര ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് തോണിയാത്ര ചെയ്യുന്നത്. എനിക്കതിന് വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നു. പിന്നെ അതുമാതിരി ഈ തോണിയാത്ര ചെയ്യുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു വട്ടം തോണിയിൽ പോയിക്കിന്. ഞങ്ങൾ തോണിയാത്ര പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ വയലിൽ വെള്ളം പോകുന്നതൊക്കെ കണ്ടു. അതിനും ഞങ്ങൾക്ക് പാമ്പ് ഹൗസൊക്കെ കണ്ടു. അതിനും ഞങ്ങൾക്ക് നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ കരയിൽ എത്താൻ പോവുകയാണ്. പിന്നെ കുറേ കുട്ടികൾ ആദ്യമായിട്ടാണ് തോണിയാത്ര ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അക്കരയിലെത്തിയപ്പോൾ അവിടെ പമ്പ് ഹൗസ് കണ്ടു. അതിനെപ്പറ്റി പഠിക്കാൻ പറ്റി. അതിനെല്ലാം മുത്തുപ്പാനോട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി. Thank you.
ഈ തോണി യാത്രയ്ക്ക് തോണി തയ്യാറാക്കി തരികയും ഇതിനു വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരാണ് ഞങ്ങളോടൊപ്പം ഈ തോണി യാത്രയ്ക്ക് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുള്ളത്. ഇവരാണ് ഈ തോണി നിയന്ത്രിക്കുന്ന രണ്ടുപേരുമാണ്. എങ്ങനെയാണ് ഈ ഒരു യാത്രയെ നോക്കി കാണുന്നത്? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും കുട്ടികളായിട്ട് ഒരു യാത്ര എന്നൊരു തീരെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. പ്രതീക്ഷിതമായി കിട്ടിയൊരു അത് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഏറെ സന്തോഷം ഉണ്ടെന്ന് അതിലധികം നമുക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ വീട്ടിലത്തെ കുട്ടികളായിട്ട് ഇങ്ങനെ പോക്കുണ്ട്. പക്ഷെ പുറത്ത് ഇത്രയും തോന്നുന്ന കുട്ടികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോക്കില്ല. ഇതാദ്യമായിട്ടാണ്. നല്ല രസകരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു, ഹാപ്പിയായി. ഞങ്ങൾ എല്ലാ ഇതിനുള്ള സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഇവരെ ഹാപ്പിയാക്കി വിജയിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവരൊക്കെ സംസാരങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഇതുപോലുള്ള യാത്രകൾക്ക് നമുക്ക് മുന്നിട്ട് ഇറങ്ങണം. എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി. സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടപ്പെട്ട കാരണമുണ്ട്. കാരണം ഒരു സംരംഭത്തിന് തയ്യാറായപ്പോൾ അവരെ മുന്നോട്ട് വന്നത് പോയതിന്റെ അവസ്ഥ അപകടമായ അവസ്ഥയിൽ ഈ കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോകാനും വളരെയധികം ത്യാഗസജ്ജമായി പോകുന്നതാണ് കുട്ടികളുള്ളത്. അവർക്ക് കൂടെ സന്തോഷമായി. അവർ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കുട്ടികളും അക്കരെ പോയി ഞങ്ങള് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റിയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടും എല്ലാവരും അവരെക്കാട്ടി കൂടുതൽ ഞങ്ങളാണ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതേപോലെ